വന്നിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പേ എടുത്തൊരു വീഡിയോ ആയിട്ടാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ഉത്സവം കാണാൻ പോയിട്ട് അന്ന് രാത്രി ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുന്ന ദിവസമാണ്. ഇവളുടെ വീട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. ട്രെയിൻ കാത്ത് നിന്നിട്ടും വരുന്നില്ല. 8:30-ക്ക് വരേണ്ട ട്രെയിന് 9 മണിയായിട്ടും വന്നിട്ടില്ല, 10 മണിയായിട്ടും വന്നിട്ടില്ല, 10:30-ആയിട്ടും വന്നിട്ടില്ല. പിന്നെ അതിനെപ്പറ്റി പ്രതികരിക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങളെ കാണുന്നത്. പിന്നെ അത് പുറത്ത് കാണിച്ചാൽ ഞങ്ങളുടെ തൊലിയൂരിയും നിങ്ങളുടെ തൊലിയൂരിയും അതിനുമ്പോൾ അത് കാണിക്കാതിരിക്കുന്നില്ലേ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നിന്ന് അവസാനം ട്രെയിൻ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ട്രെയിൻ കയറി അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പണ്ടത്തെ സീരിയലിൻ്റെ പ്രൊമോ പോലെയല്ലേ? അതും പറഞ്ഞിട്ടാണ് ആ വീഡിയോ എടുത്തത് തന്നെ. പിന്നെ ഇതിനെ അങ്ങനെ എപ്പോഴെപ്പോഴും വീഡിയോയിൽ കാണില്ല. അപ്പോൾ കിട്ടുമ്പോഴൊക്കെ ഞാൻ എടുത്തു വെക്കും. അങ്ങനെ ട്രെയിൻ ഇറങ്ങി അതിനുശേഷം പിറ്റേ ദിവസത്തെയാണ് കാണുന്നത്. കാരണം ഞങ്ങൾ അങ്ങ് ചെന്നപ്പോൾ 12 മണിയായി. എന്നാലും ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കുക്കൊക്കെ ചെയ്തിട്ടാണ് കഴിച്ചത്. കാരണം ഞാൻ ആലപ്പുഴ ആയതുകൊണ്ട് ഇവരും മലപ്പുറം ആയതുകൊണ്ടും ഞങ്ങളുടെ വീട് അവിടുത്തെ സ്റ്റൈലിലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഞങ്ങൾ ഫിദയുടെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയാണ്. അതിനുശേഷം അവിടെ ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോയി. പിന്നെ ഞങ്ങളെല്ലാം കൂടെ അവിടെ കാത്തു നിന്നു. അപ്പോൾ ഇവളാണ് ഫിദ. അപ്പോൾ വന്നപ്പോൾ തന്നെ പെണ്ണ് കാണാൻ വന്ന പോലാണ് ചിക്കു ഷേക്കൊക്കെ ആയിട്ട് കൊണ്ടുവന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ ഒക്കെ വായി നോക്കിയിരുന്നു. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു മലയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെയാണ്, ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതെല്ലാം. അപ്പോൾ ഈ കുട്ടിയുടെ കുട്ടിയാണിത്. പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ച് നല്ല ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഒക്കെ ആയിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ സ്പ്രൈറ്റ് ഒക്കെ 7up ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്നിട്ട് ഇതിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര തരംഗമായിരുന്നൊരു വെള്ളച്ചാട്ടമാണ്. ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും 2 കാറിലായിട്ടാണ് പോയത്. പോകുന്ന വഴി കാണാൻ നല്ല രസമൊക്കെ ആയിരുന്നു. നല്ല മലയും തേയിലത്തോട്ടം പോലുള്ള സ്ഥലങ്ങളും. അങ്ങനെ എല്ലാം ഒന്നും എടുത്തിട്ടൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ എടുത്തു. എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റാത്തൊക്കെ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടൊക്കെ എടുപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നടന്നെല്ലാവരും കൂടെ താഴോട്ട് ഇറങ്ങി പോകണം കുറച്ച്. അപ്പോൾ അവിടോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. നല്ല പൂന്തോട്ടമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല ആപ്റ്റായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ എല്ലാ വീഡിയോ ഒന്നും എടുത്തിരുന്നു, പക്ഷെ എല്ലാം ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഞാൻ വെറുതെ എന്തിനാ വെച്ചേക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. ആ മെയിൻ വെള്ളച്ചാട്ടമൊക്കെ കാണുന്ന വീഡിയോ ഒക്കെ എൻ്റെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം ഡിലീറ്റ് ആക്കി കളഞ്ഞു. കാരണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാൻ തോന്നുന്നു, ഞാൻ എഡിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാം തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോകുന്നൊരു ഹോസ്റ്റലേഴ്സ് അല്ല, ഞങ്ങളൊക്കെ ഹോസ്റ്റലേഴ്സാണ്. ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ടും പോയി. അപ്പോൾ കടലിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഹോട്ടലിൽ കയറി ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ പോയി. അപ്പോൾ അത്ര ടാറ്റാ.